മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ആയിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ ജോലി മേഖലകളിലേക്കും സ്നേഹം തന്നെയായ ദൈവം കനിഞ്ഞുറങ്ങുന്ന നേസസ് ടൈമിൻ്റെ മറ്റൊരു അനുഗ്രഹീത എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനേകം പ്രാർത്ഥനാ പുസ്തകങ്ങൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. വളരെയധികം പ്രാർത്ഥനകൾ നമുക്ക് മനഃപ്പാടവുമാണ്. എന്നാൽ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനസ്സുമടുത്ത് ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ ഈശോയിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്കോർക്കാം. ഹംഗറിയിലെ പ്രവാചകയായിരുന്ന സിസ്റ്റർ നഥാലിയായിക്ക് ഈശോ പറഞ്ഞു കൊടുത്തു, സ്നേഹത്തോടെ നീ യേശുവേ യേശുവേ എന്ന് ഉരുവിടുക. അപ്പോൾ മാലാഖമാരും സകല സ്വർഗനിവാസികളും പരിശുദ്ധ അമ്മയും അവിടുത്തെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവിടുത്തെ ആരാധിക്കും. നമ്മുടെ യാചനകൾ അങ്ങനെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കപ്പെടും. നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടും. ഇപ്പോൾ ഫുജേറിയയിലെ നേഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങൾ സ്നേഹബഹുമാനപ്പെട്ട ദേവസിക്കുട്ടി കൊല്ലംകുടി അച്ഛനോട് ചേർന്ന് നയിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിലും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി ഈശോയെ എന്ന് നമുക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കാം. പരിശുദ്ധ അമ്മയും മാലാഖമാരും ചേർന്ന് നമ്മുടെ യാചനകൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹം ഒഴുകിയിറങ്ങുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഇവരുടെ എല്ലാ ഹൃദയത്തിൻ്റെ മുറിവുകളെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥ, നഴ്സിംഗ് എന്ന പ്രൊഫഷനിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എഫേസൂസ് 1:4 പറയുന്നു, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നേഴ്സുമാരായ നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച ആ ഈശോയുടെ പക്കലേക്ക്, പ്രത്യേകിച്ച് ഈ ശാലോം TV-യിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും പേര് ചൊല്ലി വിളിച്ച ആ ഈശോയുടെ പക്കലേക്ക് നമ്മുടെ രണ്ട് കണ്ണുകളും ഹൃദയവും ഉയർത്തി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ജ്ഞാനം 6:10 പറയുന്നു, വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഓരോ നേഴ്സും
ഓരോ വിശുദ്ധനും വിശുദ്ധയുമാകണമെന്നുള്ള ഞങ്ങളുടെ തീവ്രമായ ആഗ്രഹത്തെ ദിവികാരുണ്യ ഈശോയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ നഴ്സും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നഴ്സിംഗ് എന്ന ഞങ്ങളുടെ പ്രൊഫഷൻ. ദിവ്യകാരുണ്യനാഥ, നഴ്സിംഗ് എന്ന പ്രൊഫഷൻ ഒരു ദൈവവിളിയാണെന്ന് മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ പലരും ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എങ്കിലും ഈശോയെ, ഈ നഴ്സസ് മിനിസ്ട്രിയിലൂടെ നഴ്സിംഗ് എന്ന പ്രൊഫഷൻ ഒരു ദൈവവിളിയാണെന്നും അങ്ങയുടെ സൗഖ്യ ശുശ്രൂഷയുടെ സ്നേഹ ശുശ്രൂഷയുടെ പങ്കാളികളാകാനും പിൻഗാമികളാകാനും അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്ത ആ അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് ഒന്നു ചേർന്ന് സ്വർഗീയ വൃന്ദങ്ങളോട് ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും അങ്ങയുടെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, അങ്ങയുടെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്നതിനെ ഓർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇരുകൈകളും ഉയർത്തിക്കൊണ്ട് അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. അങ്ങയുടെ സ്നേഹം കർത്താവേ സൗഖ്യമായി ഞങ്ങളിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ കർത്താവേ. യേശുവേ, ഇറങ്ങി വരണമേ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ സ്നേഹം ശക്തിയായിട്ട് കർത്താവെ ഞങ്ങളിലേക്ക് സൗഖ്യമായിട്ട് ഞങ്ങളിലേക്ക് ഒഴുകുന്നതിനെ കർത്താവെ ഇടവരുത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ, എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാം യേശുവേ, എന്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. 2 കൊറിന്തോസ് 12:9 പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ദിവ്യകാരുണ്യനാഥ, വിശുദ്ധി നിറഞ്ഞ ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരാനുള്ള ഒരു യോഗ്യത പോലും ഈ കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾക്കില്ല. എങ്കിലും ഈശോയെ, ഞങ്ങളുടെ കുറവുകളിൽ, ബലഹീനതകളിൽ, പോരായ്മകളിൽ അങ്ങയുടെ സ്നേഹം നിറച്ചുകൊണ്ട്, അങ്ങയുടെ ശക്തി നിറച്ചുകൊണ്ട്, അങ്ങയുടെ സ്നേഹ ശുശ്രൂഷയുടെ ആ പാതയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ചു നടത്തുന്ന അങ്ങയുടെ വലിയ അനന്തമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സ്നേഹശക്തി പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോ മക്കളിലേക്കും ആവസിക്കുന്നതിനു വേണ്ടി ഈ നിമിഷം ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് 2 കൈകളും ഞങ്ങളുടെ ഹൃദയങ്ങളും ഉയർത്തി അങ്ങേ ഒന്നു ചേർന്ന് സന്തോഷത്തോടെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം സൗഖ്യമായിട്ട് ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം കർത്താവേ ഞങ്ങളിലേക്ക് ആവസിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ഓരോ മക്കളുടെയും മേൽ ആവസിക്കുന്നതിനെ ഓർത്ത് കർത്താവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം.
ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. 1 പത്രോസ് 2:19 പറയുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. കാരുണ്യവാനായ ഈശോയെ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ സമൂഹത്തിൽ പലവിധ പ്രശ്നങ്ങളാൽ നീറുന്ന മക്കൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, പ്രത്യേകമായി അർഹിക്കുന്ന പ്രതിഫലം കിട്ടാത്തവർ, ജോലി ചെയ്തിട്ടും സമയത്ത് ശമ്പളം ലഭിക്കാത്ത മക്കൾ, എക്സ്പീരിയൻസ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അർഹിക്കുന്ന ജോലി കിട്ടാത്ത മക്കൾ, പഠിച്ചെടുത്തു നിന്ന് അംഗീകാരം ലഭിക്കാത്തതിൻ്റെ പേരിൽ അർഹിക്കുന്ന ജോലി കിട്ടാത്ത മക്കൾ, MOH ലൈസൻസിന് റിന്യൂവലിന് പ്രശ്നങ്ങൾ നേരിടുന്ന മക്കൾ, ഡേറ്റ ഫ്ലോ വെരിഫിക്കേഷൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്ന മക്കൾ, ഈശോയെ, പലപ്പോഴും ഈ മക്കൾ തങ്ങളുടെ വേദനകൾ സമൂഹത്തോടോ കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ പങ്കുവയ്ക്കാൻ പറ്റാതെ നീറിക്കഴിയുകയാണ്. കാരുണ്യവാനായ കർത്താവേ, ഈ മക്കളുടെ ഓരോരുത്തരുടെയും മേൽ അങ്ങയുടെ അനുഗ്രഹമാരി ചൊരിയണമേ എന്ന് ഈ സമൂഹത്തോടൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദിവ്യകാരുണ്യനാഥ, ജീവിതഭാരങ്ങളാലും ദുഃഖങ്ങളാലും ഞെരുക്കപ്പെട്ട് ജോലിയിലേക്ക് കടന്നു ചെല്ലുന്ന ഞങ്ങളുടെ സ്നേഹവും പുഞ്ചിരിയും ആശ്വാസവാക്കും ആഗ്രഹിക്കുന്ന രോഗികളെ കണ്ടിട്ടും കാണാതെ പോകുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു. അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ സമയം ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജോലിയിലായിരിക്കുന്ന എല്ലാ നഴ്സുമാരിലേക്കും അവിടുത്തെ വലിയ കൃപ ചൊരിയണമേ. നിനക്കെൻ്റെ കൃപ മാത്രം മതി എന്നരുളി ചെയ്ത ഈശോനാഥ, ഈ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുന്നതിനായി ലോകമെമ്പാടുമുള്ള 2 കോടി നഴ്സുമാരോടൊപ്പം ഞങ്ങൾ കൈകളുയർത്തി അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല എന്ന വചനത്തിൻ്റെ യോഗ്യതയോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ വേർപാടിൻ്റെ വേദനയാൽ ദുഃഖിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയാൽ മനംനുറുങ്ങിയിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളും മാതാപിതാക്കളും നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൽ താങ്ങും തണലുമായി കൂടെയുണ്ടായിരുന്നവർ പെട്ടെന്ന് വേർപെട്ടു പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും, എവിടെ തുടങ്ങണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന മക്കളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ഈശോയെ, ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അങ്ങ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരുണയുടെ കരത്തിൻ കീഴിൽ ആ മക്കളെ എല്ലാവരെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വേർപാടിൻ്റെ വേദനയിൽ മനംനുറുങ്ങിയിരിക്കുന്ന
എല്ലാ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവനൻ പേതാൻ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 19 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റിത്തരും. ഓ ദിവ്യകാരുണ്യ യേശുനാഥ, രോഗിയായ കുഞ്ഞിനെയും ജീവിത പങ്കാളിയെയും ഭവനത്തിലാക്കി അവരെ ശുശ്രൂഷിക്കാനാവാത്ത വിഷമത്തോടെ ജോലി ചെയ്യുന്ന എല്ലാ നേഴ്സുമാരെയും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയുമൊത്ത് ഒരുമിച്ചൊരു കുടുംബജീവിതം നയിക്കാനാവാതെ ഒറ്റയ്ക്കാണെന്നുള്ള ദുഃഖത്തിൽ കഴിയുന്ന എല്ലാ നേഴ്സുമാരെയും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മറ്റൊരു ജീവനെ പ്രത്യാശപൂർണമായ ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ മറ്റൊരു ജോലിയിലും സാധിക്കാത്ത ആശ്വാസവാഹകരാകുവാൻ കർത്താവെ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ കുടുംബജീവിതവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കുറവുകളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഓ ദിവ്യകാരുണ്യ യേശുനാഥ, ഇന്നത്തെ ഈ ആരാധനയിൽ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരെയും, അതുപോലെ തന്നെ TV-യിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ജീവിതത്തിൽ വിവിധതരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ നേഴ്സുമാരിലേക്കും അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ സ്വസ്തി, യേശുവേ സ്വസ്തി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുവാനായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന നേഴ്സുമാരുടെ ഈ സമൂഹത്തെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ 19:5 പറയുന്നത് പോലെ, ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും വന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പിൻ, ആരാധിപ്പിൻ. നിരവധിയായ നന്മകളെ ഓർത്ത്, ലഭിച്ചിരിക്കുന്ന നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അനേകായിരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കാണ് നേഴ്സുമാരുടെ സേവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അവിടത്തേക്ക് നന്ദി പറയാം. അവരുടെ സേവനങ്ങളെ ധന്യമാക്കണമേ എന്ന യാതൊരു കൃതജ്ഞതയോ നന്ദിയോ പ്രതീക്ഷിക്കാതെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷ രംഗത്ത് അഹോരാത്രം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കോടിയിലധികം വരുന്ന നേഴ്സുമാരുടെ പ്രവർത്തനങ്ങളെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആശ്വാസവും കനിവിൻ്റെ, കാരുണ്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, അലിവിൻ്റെ, യേശുവിൻ്റെ സാക്ഷ്യമാകുവാനായിട്ട്
അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, കനിവുണ്ടാകണമേ. ഏറ്റവും ധന്യയായ നഴ്സ് പരിശുദ്ധ അമ്മയാണ് എന്നാണ് പറയുന്നത്. എലിസബത്ത് അമ്മയെ തിടുക്കത്തിൽ ശുശ്രൂഷിക്കുവാനായിട്ട് സ്വന്തം സ്ഥിതിഗതികളെ ഒന്നും ഓർക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ ലൂക്കായുടെ സുവിശേഷം 1:43 പറയുന്നത് പോലെ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി എന്ന് എലിസബത്ത് അമ്മ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സന്തോഷത്താൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രബോധനം നൽകുകയുണ്ടായി. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എങ്ങനെയുണ്ടായി? ആശ്വാസത്തിൻ്റെ ആ സന്ദർശനത്തെ ഓർത്തുകൊണ്ട് എലിസബത്ത് അമ്മ വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ ഓരോ നഴ്സിൻ്റെയും സാന്നിധ്യം കൊണ്ട് ഓരോ രോഗിക്കും ലഭിക്കുന്നതായിട്ടുള്ള ആശ്വാസമോർത്ത് അവരുടെ സാന്നിധ്യവും സാമീപ്യവും യേശുവിൻ്റെ സാന്നിധ്യം പോലെയായി തീരുവാനായിട്ടുള്ള അനുഗ്രഹാശിസുകൾ ലോകമെമ്പാടും സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഴ്സുമാരിലേക്ക് ചൊരിയണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കനിഞ്ഞ് ആശീർവദിക്കണമേ. എല്ലാ നഴ്സുമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളെയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നൊമ്പരങ്ങളെ ഒതുക്കി ഉള്ളിലൊതുക്കുന്ന നൊമ്പരവുമായിട്ട് ചെറുപുഞ്ചിരിയുമായിട്ട് സേവനരംഗത്തേക്ക് കടന്നു വരുന്ന അലിവിൻ്റെ മാലാഖമാരായ ഈ ഭൂമിയിലെ മാലാഖമാരുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് കനിഞ്ഞ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 17, 11, 19 വചനങ്ങളിൽ പറയുന്നത് പോലെ 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ശാരീരിക സൗഖ്യമല്ല അവർ തേടിയത്. അവർ കനിവിന് വേണ്ടി, അലിവിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവരെ സൗഖ്യപ്പെടുത്തി പറഞ്ഞയച്ചു. എന്നാൽ അവരിൽ 10 പേർ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോയപ്പോൾ അതിലൊരാൾ മാത്രം തിരിച്ചു വന്നു കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ ആരാധിക്കുവാനും അവിടുന്ന് നൽകിയ സ്നേഹത്തിന് പ്രത്യുത്തരമായിട്ട് നന്ദി അർപ്പിക്കുവാനും. അതുപോലെ അനേകായിരങ്ങളായ നഴ്സുമാരുടെ സേവനം പലപ്പോഴും നന്ദി ലഭിക്കാതെയും കൃതജ്ഞതയുടെ വാക്കുകളില്ലാതെയും ഒക്കെ പോകുമ്പോഴും അലിവിൻ്റെ മാലാഖമാർ കനിയോടുകൂടി യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ ആതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരെയും കനിഞ്ഞ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ ആശീർവാദം, അവിടുത്തെ ആശീർവാദം എല്ലാ നഴ്സുമാരുടെ മേലും ഈ ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളുടെ മേലും ചൊരിയണമേ. അവരുടെ ശുശ്രൂഷയെ കനിഞ്ഞ് ആശീർവദിക്കണമേ. കർത്താവിൻ്റെ അനുഗ്രഹം എല്ലാവരുടെ മേലും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അലിവിൻ്റെ മാലാഖമാരെ പ്രത്യേകമായിട്ട് ആശീർവദിച്ച് കാത്തു പരിപാലിക്കണമേ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദുവേ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനം
ദിവ്യവരങ്ങൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇപ്രകാരം പറയുന്നു: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. അതേ പ്രിയമുള്ളവരെ, തൻ്റെ ഏകജാതനെ ലോകപാപങ്ങൾക്ക് പരിഹാരമായി സമർപ്പിച്ച് ഈ ദിവികാരുണ്യ ആരാധനയിലൂടെ നമ്മിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. സിസ്റ്റർ നതാലിയയിലൂടെ ഈശോ നമ്മെ പഠിപ്പിച്ചതുപോലെ ഈശോയുടെ നാമം ഉരുവിട്ടുകൊണ്ട് ഓരോ രോഗിയെയും നമുക്ക് ശുശ്രൂഷിക്കാം. അങ്ങനെ സ്വർഗനിവാസികൾ വഴി നമ്മുടെ നാമം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അനുസ്മരിക്കപ്പെടട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.